നമസ്കാരം, ബ്ലൂ സ്റ്റോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. വീണ്ടും ആള് ചോദിച്ചു തുടങ്ങി ഇതെവിടെ പോയിരിക്കുകയാണെന്നുള്ളതാണ്. രാജ്മോഹൻ, എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് പോലും വ്യക്തമായി പറയാൻ പറ്റുന്ന തരത്തിലല്ല. അപ്പം അപ്രതീക്ഷിതമായതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും എനിക്ക് എൻ്റെ ദൈനംദിന വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അതാണ് പലരും ചോദിക്കുന്നത്, ബ്ലൂ ആളിനെ കാണുന്നില്ല, ഏതാ വീഡിയോ അത് വരുന്നത്? ചെയ്യാൻ പറ്റുന്ന ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തും ഒരുപാട് സ്ട്രെയിൻ എടുത്തുമാണ് ഞാൻ വീഡിയോ ചെയ്തത്. പലതും നമുക്ക് പറയാൻ വയ്യാത്ത സാഹചര്യം. ഇപ്പൊ പോലും സത്യം പറഞ്ഞാൽ കടുത്ത പനിയായിരുന്നു 2 ദിവസം മുമ്പ്. ആ പനി പൂർണ്ണമായി മാറിയിട്ടില്ല, ശരീരത്തിന് വേദനയൊക്കെ ഉണ്ട്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരു ഓട്ടമാണ്. ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ എന്തെല്ലാം, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, അതിന്റെ ഒരു ഓട്ടത്തിലേക്ക് നമ്മൾ കിടക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് എന്നെ ജയിലിലിടണം എന്നുള്ളത് ഈ സർക്കാരിന്റെ ഒരു വാശിയാണ്. ഈ പിണറായി വിജയനേക്കാൾ വാശി പി രാജീവനാണ്. പി രാജീവനാണ്. പി രാജീവാണ് ഈ പിണറായി സർക്കാരിലെ ഏറ്റവും വലിയ കള്ളനാണ്. എന്ന് വെച്ചാൽ മനോഹരമായ വാക്കുകളിൽ നല്ല ശാന്തമായി സംസാരിക്കും, പക്ഷെ പറയുന്നത് മുഴുവൻ നുണയാണ്. കഴിഞ്ഞ സർക്കാർ തോമസ് ഐസക് എന്താണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരാൾ എന്ത് സ്വഭാവമാണോ അത് പ്രതിഫലിപ്പ്. പിണറായി വിജയൻ ദേഷ്യപ്പെടും, അത് അയാളുടെ ക്യാരക്ടറാണ്. നമ്മൾ പെരുമാറാം. പലപ്പോഴും ആളുകൾ അങ്ങനെ അല്ലാതെ ചെന്ന് പണിയാക്കി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, യഥാർത്ഥ വിഷം ഉള്ളിൽ സൂക്ഷിച്ചിട്ട് മഹാപുണ്യവാളനായി ചിരിച്ച് പെരുമാറുന്ന ഒരു സമീപനമുണ്ടല്ലോ. ഞാൻ അതിനെ എതിർക്കുന്നുണ്ട്. രാജീവൻ എന്നോട് വിരോധം എന്ന് പറഞ്ഞാൽ, രാജീവ് എങ്ങനെയെങ്കിലും കഴിഞ്ഞ ദിവസവും രാജീവ് മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി കണ്ടിട്ട് ഇയാളെ ഒന്ന് അകത്തിടണം, അത് ഇതായിരിക്കാൻ പറ്റത്തില്ല എന്ന് ആവശ്യം. മുഖ്യമന്ത്രി പറഞ്ഞ് ഇയാളോട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. അതല്ല, അകത്തിട്ട് പറ്റൂ എന്ന് ഈ രാജീവ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചു പോകുമ്പോൾ ദൈവം നമ്മളോട് ഉണ്ട്. സത്യം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. എത്രയോ പേരോട് വിളിച്ച് ചോദിച്ചു നമുക്ക് വേണ്ടി അവരെ സന്തോഷം, അവരെ പ്രാർത്ഥിക്കുക, നമുക്ക് വേണ്ടി അവർ എത്രയോ നല്ല മനസ്സുകൊണ്ട്. എന്തായാലും ഒരു വലിയ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നുപോയി, അതിനെ നമ്മൾ അതിജീവിച്ചു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ നമുക്ക് പല ഉള്ളത് കൊണ്ട് അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇന്ന് ഹർത്താൽ ഉണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളെന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ലേബർ കോഡുകളിൽ കടന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അനുകൂലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലേബർ കോഡിൽ ഒരുപാട് നല്ലതുണ്ട്. അതേസമയം സംഘടിത തൊഴിലാളികൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 8 മണിക്കൂർ എന്നുള്ളത് 12 മണിക്കൂർ വരെ ആവാം ജോലി എന്നുള്ളത്. അപ്പൊ ഈ ജോലി ചെയ്യാതെ ആനുകൂല്യങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ക്ഷീണമാണ്. തൊഴിലാളി ഇവിടെ നേതാക്കൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഒരു പ്രസ്ഥാനത്തിൽ ഒരു സ്ഥാപനത്തെ തൊഴിലാളി അത് അവിടുത്തെ ജീവനക്കാരനായിരിക്കണം എന്നുള്ളതുണ്ട്. ഈ ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് കുഴപ്പങ്ങളുണ്ടെന്ന് കരുതുക. നമ്മളിപ്പം വാദത്തിന് വേണ്ടി ഇവർ പറയുന്നത് മാതിരി ഈ ലേബർ കോഡ് തൊഴിലാളി വിരുദ്ധമാണെന്ന് കരുതുക. എങ്കിൽ പോലും ഇവരൊരു ദിവസം 24 മണിക്കൂർ പണി മുടക്കിയത് മാറ്റുമോ? ഒരിക്കലും മാറ്റാൻ പറ്റും. അത് കേരളം പോലൊരു സംസ്ഥാനത്ത്, ഇന്ത്യയിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും, അതായത് ആകപ്പാടെ മോദി സർക്കാർ മാറ്റിയിരിക്കുന്ന നിയമം കർഷക നിയമം. അതെ, അത് ഈ 24 മണിക്കൂർ പണി മുടക്കിയിട്ടല്ല. എത്ര ദിവസം ഡൽഹിയിൽ ഒരു വർഷത്തിലധികം ഡൽഹിയിൽ പോയി തമ്പടിച്ച് കിടക്കപ്പുറതില്ലാതെ വന്നിട്ടാണ് മാറ്റിയത്. അതും എത്രയോ 1000 എത്രയോ ലക്ഷം ആളുകൾ, അത് ട്രാക്ടറുകളൊക്കെ ഡൽഹിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം തലസ്ഥാനത്ത് ആ ജീവിതം സ്തംഭിച്ച അവസ്ഥയിലായില്ല. കഴിഞ്ഞപ്പോൾ മാത്രം ചെയ്ത കാര്യമാണ്. അപ്പോഴാണ് ഇവര് മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അഖിലേന്ത്യാ പണി മുടക്കുന്ന എല്ലാ തവണ ഇവർ പറയുക അത് സംസ്ഥാന പണി മുടക്കം മാത്രമായി മാറും. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാം വേറൊരിടത്തില്ലല്ലോ ഈ പാർട്ടി. വേറൊരിടത്ത് ഇനി പാർട്ടി ഉള്ളപ്പോൾ പോലും എനിക്ക് തോന്നുന്നു മറ്റൊരിടത്ത് ഇല്ലായിരുന്നു. നടക്കില്ല. മാത്രമല്ല തമിഴ്നാട് എന്ന് പറഞ്ഞാൽ DMK ഇവരുടെ സഖ്യകക്ഷിയാണല്ലോ. അവരും തീർച്ചയായും സമരത്തിൽ പങ്കെടുക്കുന്നവർ പിന്തുണയെങ്കിലും ഉള്ളതായിരിക്കുമല്ലോ. അവിടെ ഒരു കുഴപ്പമില്ല. അല്ല, ഇവിടെ മാത്രമാണ് അത് പണിയെടുക്കാതെ ജോലി ചെയ്യാൻ അവസരം കിട്ടും. റേഞ്ച് റോവറിന്റെ പ്ലാന്റ് എന്നുള്ള ആദ്യത്തെ കാർ കഴിഞ്ഞ ദിവസമാണ് അവിടെ സ്റ്റാലിൻ തന്നെ പുറത്തിറക്കിയത് തമിഴ്നാട്ടിൽ. ഇവിടെ തള്ള്, രാജീവിന്റെ തള്ളു മാത്രം. അത്രയേ ഉള്ളൂ. ശ്രീദിവാരം പറഞ്ഞു ചുക്കൂല ചൊണ്ണാമ്പൂല്ല എവിടെ എന്ന് പറഞ്ഞു. ശ്രീദിവാരം പറഞ്ഞാൽ കറക്റ്റ്. രാജീവിനെ പോലുള്ളവർ തള്ളിക്കൊണ്ടേ ഇരിക്കും. അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് സംഭവമാണെന്ന് കരുതിക്കൊണ്ടിരിക്കും. എനിവേ, ഇതിൻ്റെ അകത്ത് ഒന്നൊരു കഥയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് മാത്രം. അതെ, പക്ഷേ ഈ തൊഴിൽ സമരത്തിന്റെ പേരിലുണ്ടല്ലോ, ഇതിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങൾ, ഇന്നിപ്പോൾ പ്രൈവറ്റ് വാഹനങ്ങളെല്ലാം നിരത്തിലിറങ്ങി. അതിലെനിക്ക് സന്തോഷം തോന്നുന്നു. അത് ഇലക്ഷനായോണ്ടാണ്. അല്ല, ഞാൻ ഇന്ന് യാത്ര ചെയ്ത ആളാണ്. ഞാൻ എൻ്റെ അപ്പൻ ആശുപത്രിയിലായിരുന്നു. അപ്പം ഞാൻ അപ്പനെ പോയി കണ്ടിട്ട് ഇന്നലെ വെളുപ്പനെ ചെല്ലുന്നു, അപ്പനെ പോയി കണ്ടു. ഇന്ന് രാവിലെ എനിക്ക് പനിയായിരുന്നു. എന്നിട്ട് ഞാൻ ഇന്ന് ഇങ്ങോട്ട് പുറപ്പെടാൻ, നാട്ടിൽ നിന്ന് വരാൻ തരും. നാട്ടിൽ നിന്ന് വരാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അഡ്വൈസ്, ഇറങ്ങണ്ട, കാരണം ഇന്ന് ഉമ്മാരുടെ ഹർത്താലാണ്, വഴി തടഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. ഞാൻ പറഞ്ഞപ്പോൾ അത് നോക്കിയിരിക്കാൻ പറ്റുമോ? ഞാനിങ്ങ് പുറപ്പെട്ടു. പക്ഷേ ഞാൻ അവിടുന്ന് എരുമേലിയിൽ നിന്ന് തിരുവനന്തപുരം വരെ എത്തിയിടത്ത് ഒരിടത്തും തന്നെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പലയിടങ്ങളിലും പ്രകടനം നടക്കുന്നുണ്ടായിരുന്നു.
എൻ്റെ വണ്ടി അടക്കമുള്ള പ്രൈവറ്റ് വണ്ടികൾ പോകുന്ന ഇവർ തടസ്സപ്പെടുത്തിയേയില്ല. അതെ. തമ്പാനൂർ ബസ് സ്റ്റാൻഡ് ഏതൊരു ബസ് സ്റ്റാൻഡിൽ എടുത്ത ഒരു സൂപ്പർ ഫാസ്റ്റ് റിവേഴ്സിൽ എടുത്ത് തിരിച്ചു കൊണ്ടുപോകുന്നതാണ് സമരക്കാർ വന്നിട്ട് പുറകോട്ട് കൊണ്ടിടുന്നുണ്ട് ആ ബസ്. അതുപോലെ പിന്നെ വയനാട്ടിലൊരു ലോറി ഡ്രൈവർ തറഞ്ഞു നിർത്തി ചീത്ത വിളിക്കുന്നത്. അല്ല, പക്ഷേ ഇവരുടെ ഇതാണല്ലോ ഈ സമരം. പക്ഷെ താരതമ്യേനെ ഭേദമായിരുന്നു. ആക്രമണം കുറവാണ്. അതല്ലെങ്കിൽ പിന്നെ വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്തുവാനും സ്ഥിരമാണ്. താരതമ്യേനെ ഇതാണ്. പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതുവഴി യഥാർത്ഥത്തിൽ കഷ്ടത അനുഭവിക്കുന്നത്, ഈ ഗുണം അനുഭവിക്കുന്ന നേതാക്കൾ, മന്ത്രിമാരെ, MLA അവർക്കൊക്കെ വെറുതെ കിട്ടും. ഇന്നിപ്പം രാഷ്ട്രീയക്കാർക്കൊക്കെ സുഖമാണ്. പക്ഷെ ദുരിതം അനുഭവിക്കുന്നത് അന്നന്നത്തെ ശമ്പളം വാങ്ങിട്ടുన్నారు. കൂലിപ്പണിക്കാരൻ ഇന്ന് പണി എടുത്തില്ല കിട്ടില്ല, ഓട്ടോക്കാരൻ ഇന്ന് ഓടിച്ചില്ലേ കിട്ടൂല, പച്ചക്കറി കച്ചവടക്കാരൻ ഇന്ന് പച്ചക്കറി കിട്ടില്ല, അവന് കട നടത്തില്ലേ കിട്ടൂല. അതുപോലെ തന്നെ ആശുപത്രി പോകുന്നതിന്, എയർപോർട്ടിൽ പോകുന്നതിന് യഥാർത്ഥത്തിൽ അസംഘടിതരായ തൊഴിലാളികൾ, ഇപ്പം ഹോട്ടലിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്ന് സൊമാറ്റോ അവർക്കൊക്കെ ഇന്നില്ല, തൊഴിലില്ല. പറഞ്ഞ അത്തരത്തിൽ സാധാരണ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. പോട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അല്ലെ ദിവന്മാർ നന്നാവില്ല. ഇനി ഇത് നന്നാവണമെന്നുണ്ടെങ്കിൽ ഈ പാർട്ടി ഇല്ലാതാവണം. ഈ പാർട്ടി ഇല്ലാതാകാത്തിടത്തോളം കാലം INTUS എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ കക്ഷിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമാണ് INTUS. ചന്ദ്രശേഖരനാണ് ഇപ്പുറത്തുള്ള പിണറായിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. INTUS എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് കഥയൊന്നുമില്ല. INTUS എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ ഇപ്പോൾ? അതില്ല. അത് മുഴുവൻ ഈ പിന്നെ പിണറായിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ്. അത്രേ ഉള്ളൂ. ഇലക്ഷൻ ആകുമ്പോൾ തലപൊക്കിക്കൊണ്ട് വരുമായിരിക്കും. സീറ്റ് വേണമെന്ന് പറഞ്ഞു. ഒരിക്കലും മത്സരിച്ചിട്ടില്ല. ഇനി മത്സരിക്കാൻ ഭാഗ്യമുണ്ട്. പിന്നെ INTUS സംസ്ഥാന പ്രസിഡന്റ് K. സുരേഷ് ബാബു സ്ഥിരമായി ചവറയിൽ ബേബി ജോൺ വരെ മത്സരിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം ജയിച്ചിട്ടില്ല. പലതവണ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം ജയിച്ചിട്ടില്ല. ഈ റാവുത്തർ, MS റാവുത്തർ, അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരുടെ സംഘടനാ നേതാവായിരുന്നു. അല്ലല്ല, ഞാൻ പറഞ്ഞേ ഇടുക്കിയിലൊരു MLA ആയിരുന്നു സുലൈമാൻ റാവുത്തർ. അയാൾ യൂണിയൻ നേതാവായിരുന്നില്ലേ? ആയിരുന്നു. അതെ. ഒരു തവണ MLA ആയിരുന്നുണ്ട്. അയാൾ ജയിച്ചിട്ടുണ്ട്. ഒരു തവണ MLA. നല്ല കക്ഷിയായിരുന്നു. താടിയൊക്കെ ഉള്ള ആള്. അതെ. ഒരിക്കലും ചന്ദ്രശേഖരന് സീറ്റ് കിട്ടാതിരിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഹർത്താൽ, അദ്ദേഹം സെക്രട്ടറിയുടെ മുന്നിൽ നിരാഹാരം കണ്ടപ്പോൾ നാരങ്ങ നീരെടുത്ത് പിണറായിയാണെന്നുള്ള നമ്മൾ ഓർത്തോളണം. അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എനിവേ, നമുക്ക് അടുത്തതായി സംസാരിക്കേണ്ടത്, നമ്മളെ തീർച്ചയായിട്ടും നമ്മൾ ആദ്യമായി സംസാരിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിലെ തമ്മിലടിയാണ്. അത് ആലോചിച്ച് കണ്ടാൽ നമ്മൾ തലയെ കൈവച്ചു. കാരണം അവർക്ക് ഇത്രയും ഒരു അനുകൂലമായൊരു സാഹചര്യം, ജനങ്ങൾ വോട്ട് ചെയ്യാൻ കാത്തി നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ജനങ്ങളെ മുന്നിൽ കിടന്ന് ക്യാമറയുടെ മുന്നിൽ കിടന്ന് അടികൂടിയാണ്. അതിൽ ഏറ്റവും സങ്കടം എന്താണെന്നറിയോ? ഈ വലിയ ജനപിന്തുണയാണ് ഈ സതീശന്റെ യാത്രയ്ക്കുള്ളത്. എല്ലായിടത്തും വലിയ ആൾക്കൂട്ടമാണ്, വലിയ ജനം. എന്നെ റാഷിദ് വിളിച്ചു കോഴിക്കോട് നിന്ന്. റാഷിദ് പറഞ്ഞ് ഈ സംഭവത്തിന് ദൃക്സാക്ഷിയാന്ന് പറഞ്ഞു. അപ്പം ഭയങ്കരമായ ആവേശമാണ്, എല്ലായിടത്തും ജനമുണ്ട്, ജനം പ്രതീക്ഷയോടെ കാത്തു നിൽക്കുവാണ്. ഈ കുറ്റ്യാടിയിലെ ജനങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ തവണ ഏതാണ്ട് 100 ഓട്ടോ 200 ഓട്ടനം കണ്ടാണ് അവരുടെ UDF സ്ഥാനാർത്ഥി തോറ്റുപോകുന്നത്. അതെ, പാറക്കൽ അബ്ദുള്ള ഒരു കാലത്ത് വലിയ അവരെ കുത്തകയായിരുന്ന സ്ഥലമാണ്. അപ്പൊ ഇത്തവണ അവർക്കത് വലിയ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുക്കണം. ലീഗുകാർ വളരെ ആവേശത്തോടെ ലീഗിനുള്ള ആവേശം. ഇന്നിപ്പോ എന്നോട് നമ്മുടെ ഒരു മുതിർന്ന UDF നേതാവ്, കോൺഗ്രസ് നേതാവ് വിളിച്ചപ്പോൾ, പേര് തന്നെ പറയാം, VD സതീശനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ആകപ്പാടെ ഒരു ഗുണമുള്ള, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് ശരിയല്ല, അദ്ദേഹം പറഞ്ഞൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ആകപ്പാടെ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായിരിക്കുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ യാതൊരു വാശിയും പിടിവാശിയും ലീഗിനില്ല. സീറ്റിന്റെ കാര്യത്തിലായിക്കോട്ടെ, പാറക്കൽ അബ്ദുള്ള സ്റ്റേജിലുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള പിടിവാശിയും ലീഗിനില്ല. ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടാണ് ലീഗ് നിൽക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞ അദ്ദേഹത്തോട് തവനൂർ സീറ്റ് കൊടുക്കരുത് ലീഗിന്. ഒരു ഹിന്ദു ഭൂരിപക്ഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഹിന്ദു ഭൂരിപക്ഷം ഒന്നുമല്ല, ഹിന്ദു ഭൂരിപക്ഷമാണ്. അതല്ല പ്രശ്നം. ഈ മലപ്പുറം ജില്ലയിൽ 16 സീറ്റിൽ 12 സീറ്റ് ലീഗിന്, ലീഗിന്റെ 12 സീറ്റും മുസ്ലിം സ്ഥാനാർത്ഥികളാണ്. 4 സീറ്റിലെ പൊന്നാനിയിൽ മത്സരിക്കുന്നത് നൗഷാദ് അലിയാണ്. പിന്നെ വണ്ടൂര് അനിൽകുമാർ സംവരണ സീറ്റാണ്. നിലമ്പൂര് ആര്യാടൻ ഷൗക്കത്താണ്. പിന്നെ ആകപ്പാട് ഇവർക്ക് അവശേഷിക്കുന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത് തവനൂരാണ്. ഈ തവനൂര് കൊണ്ടുപോയി അവർ ലീഗിന് വിട്ടുകൊടുത്താൽ അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ തിരുവമ്പാടിയുടെ പ്രശ്നവും. തിരുവമ്പാടി ഇപ്പം തിരിച്ചു കൊടുത്താലും പ്രശ്നമാവും. അപ്പൊ ആ പുള്ളി പറഞ്ഞു, അങ്ങനത്തെ പിടിവാശികളൊന്നും ലീഗിനില്ല. ഇതൊക്കെ മാധ്യമങ്ങൾ പറയുന്ന പോലെ ലീഗിന് അങ്ങനത്തെ പിടിവാശികളൊന്നും. ലീഗിനെ സംബന്ധിച്ചിടത്തോളം മര്യാദയ്ക്ക് മത്സരിക്കണം, ജയിക്കണം എന്നല്ലാതെ ഞങ്ങൾക്ക് ആ സീറ്റ് തന്നെ വേണം, അല്ലെ അങ്ങനത്തെ ഒരു പിടിവാശിയും ലീഗില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ജനങ്ങൾ നിൽക്കുന്ന, കുറ്റ്യാടിയിലെ ജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഇവർ ഈഗോയും കോംപ്ലക്സും. ഞാൻ ആ
സതീശൻ്റെയും ഷാഫിയുടെ എന്നെ ഏറ്റവും നിരാശപ്പെടുത്തിയ ഷാഫിയാണ്. അല്ല, ഇവർ എന്തിനാണ് ഇത്ര ഈഗോ കാണിക്കുന്നത് ജനങ്ങളുടെ മുന്നിൽ? ഈ ജനങ്ങളാണ് ഇവരെ തിരഞ്ഞെടുക്കേണ്ടത്. അവരെ മുന്നിൽ വെച്ച് ഒന്ന് താഴ്ന്നു കൊടുത്താൽ എന്താണ് കുഴപ്പം? ഒരു കുഴപ്പവും സംഭവിക്കില്ല. അല്ല, ആകെപ്പാടെ എന്താ പ്രശ്നമുണ്ടോ? ഒന്നാമത്തെ കാര്യം സ്റ്റേജിലെ തള്ളുകയാണ്. ഞാൻ ചോദിക്കുള്ളൂ, ഒരു സ്റ്റേജിൽ ആരൊക്കെ കയറണം എന്ന് നേരത്തെ നിശ്ചയിച്ച് ഒരു പരിപാടി ഒരു വേദിയുടെ പ്രോഗ്രാം നിശ്ചയിക്കാൻ ഒരാളുണ്ടാവുമല്ലോ. അതെ. ആ പ്രോഗ്രാം നിശ്ചയിക്കുമ്പോൾ അവർ പറയുന്നത് ആ വേദിയിൽ ഇന്നയാളാണ് അധ്യക്ഷൻ, ഇന്നയാളാണ് ആദ്യം പ്രസംഗിക്കേണ്ടത്, ഇന്നയാൾ പ്രസംഗിക്കാതിരിക്കേണ്ട ഇന്ന ആളുകളാണ്, മാലയിടേണ്ട ഇന്ന ആളുകൾക്കാണ്. സതീശൻ വരികയാണെങ്കിൽ നേരത്തെ വന്നാൽ എന്ത് ചെയ്യണം, അപ്പോൾ ആരെങ്കിലും പ്രസംഗിക്കാതിരിക്കണോ, ഇതെല്ലാം ഒരു പദ്ധതി ഇടണമല്ലോ. വാസ്തവത്തിൽ പ്രസംഗിക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈ ഒഴിവാക്കുന്ന 1-2 പേരോട് ഇടേണ്ടി വരും. അതായത് നേരത്തെ സതീശൻ വന്നാൽ ഇവർ ഒഴിവാക്കുക, അങ്ങനെ എല്ലായിടത്തും അങ്ങനെയാണ്. ഇത്തരത്തിലൊരു പദ്ധതി ഇട്ടിട്ട് ആ പദ്ധതി വർക്ക് ചെയ്യുന്ന ഒരാൾ ഉറപ്പാക്കുന്നതിന് പകരം 100,000 ആളുകൾ ഇടിച്ചു കയറുന്നു. ഏറ്റവും നാണക്കേട് എന്താണെന്നറിയോ? ഈ മുൻനിരയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഈ തള്ളുണ്ടല്ലോ, ക്യാമറയ്ക്ക് മുന്നിൽ ഈ ബൈറ്റ് കൊടുക്കുമ്പോൾ പ്രസംഗിക്കുമ്പോഴൊക്കെ പുറകെ അല്ല ഈ സ്റ്റേജിന്റെ മുൻനിരയിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് കയറുന്നു, ചിലരെ തിരിച്ചു കയറ്റാൻ കൊണ്ടുപോകുന്നു, അവിടുന്ന് ഇടിച്ചു കയറ്റുന്നു, ഇങ്ങനെ കയറുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആദ്യം തന്നെ സതീശൻ ഒരാളെ തള്ളി മാറ്റുന്നതാണ് കണ്ട്. അതാരാന്ന് എനിക്ക് പിടിയിട്ടിട്ടില്ല. പക്ഷെ അയാൾ ബുദ്ധിമാനാ. സതീശൻ തള്ളിമാറ്റിയ കാര്യം മാലയ്ക്കകത്ത് അയാളുണ്ടായി, മാല വന്നിട്ട് വിഷമകര കാര്യം പാവപ്പെട്ട മുല്ലപ്പള്ളി രാമേന്ദ്രൻ ചെന്ന് പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹം മറിഞ്ഞു വീഴുന്നത് നമുക്ക് കാണാം. എന്തൊരു ഇതിനും കാണാൻ നാണം കേട ഒരു കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ? ഷാഫിയാണ് എന്നെ നിരാശപ്പെടുത്തുന്നത്. ആദ്യം സതീശനെ ആകെ ഞാൻ അവിശേഷിക്കും. സതീശൻ നല്ല വിഷനുള്ള നേതാവാണ്. ഇപ്പൊ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും വിഷനുള്ള നേതാവ് സതീശൻ. ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ മാത്രമല്ല, സതീശന് ഈ ആർത്തിയില്ല, പണത്തോട്. ഞാൻ പറഞ്ഞത് ഈ മറ്റ് നേതാക്കന്മാർക്കല്ല. ഇപ്പം ലീഗിന് പോലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അധികാരത്തിലെത്തുന്നത് കാശുണ്ടാക്കുന്ന ലക്ഷ്യം ഉണ്ടാവും. ബാക്കി പല നേതാക്കൾക്കും ആ ലക്ഷ്യമുണ്ട്. സതീശന് അങ്ങനെയില്ല. സതീശന് തനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ചാൻസ് ഭംഗിയായി ഉപയോഗിക്കണമെന്നുള്ളൂ. സത്യം പറഞ്ഞാൽ കേരളത്തിന് ഒരു വലിയ ഒരു കൃത്യമായ ഒരാളാണ് സതീശൻ. നല്ല വിഷണറിയാണ് സതീശൻ. നല്ല വിഷയമാണ്, കൃത്യം പ്ലാൻ അറിയാം. പക്ഷെ സതീശൻ ഈഗോ. ഇപ്പൊ ഇന്നലത്തെ ആ കുറ്റ്യാടിയിലെ സംഭവത്തിൽ നോക്കുക, അയാളുടെ ബോഡി ലാംഗ്വേജ് ഭയങ്കര നെഗറ്റീവ്. അത് എന്താ മാറാത്തത്? ചിരിച്ച് ഉമ്മൻചാണ്ടി നമ്മളെ സങ്കല്പിച്ചു കസേര കയറിയിരിക്കുമ്പോ പോലും ഇരുന്നോട്ടെ. ഇല്ല, അങ്ങനെ ചോദിക്കുന്നില്ല, അവരവിടെ ഇരിക്കട്ടെ പറഞ്ഞത്. അത് മാത്രമല്ല, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആ സമയത്ത് കണ്ടാണ് ഉമ്മൻചാണ്ടി ഡ്രൈവറായിട്ട് മനോരമയുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ അഭിമുഖം ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഒന്ന് അന്ന് അംബാസഡർ കാറാണ് ആദ്യം മുഖ്യമന്ത്രി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്നും കയറിയാണ്. അത് അദ്ദേഹം എവിടെയെങ്കിലും ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ ഡ്രൈവറോട് ചോദിച്ചു, ഉമ്മൻചാണ്ടി ദേഷ്യം വന്നാൽ, അപ്പോൾ ആ ഡ്രൈവറും ദേഷ്യം വരില്ല, ദേഷ്യം വന്നിരിക്കട്ടെ, അത് എന്താ പറയുക, കഷ്ടമെന്ന് പറയുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദേഷ്യം. ആലോചിച്ചു ഇത്രയും വലിയൊരു ജനകീയ നേതാവ് മുഖം ഇങ്ങനെ ചുവന്നു. എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത് ഷാഫിയാണ്. ഷാഫി ഒരു ചെറുപ്പക്കാരൻ. പ്രമോദൻ എന്ന് പറഞ്ഞ അയാളുടെ നേതാവിനെ അയാളുടെ ഉടുപ്പിന് പിടിക്കുന്ന രീതിയിൽ അധ്യക്ഷനാണ്. ഈ യോഗത്തിന്റെ മുഖ്യ സംഘാടകൻ അയാളാണ്. അയാളെ വിളിച്ച് തള്ളുന്നു. അയാൾ ആകെപ്പെട്ടു പോയി. അയാൾ എന്താണ് ഇതിനെ സംഭവിച്ചത്? എന്താണ്? സതീശൻ വന്നു, ഓൾറെഡി 1.5 മണിക്കൂർ വൈകി. അതെ. അപ്പൊ പിന്നെ ഒരു നേതാവിനെ കൊണ്ട് വിളിക്കണ്ടല്ലോ എന്ന് ഓർത്തു. സാധാരണ ജാഥ ക്യാപ്റ്റനാണ് ആദ്യം വന്നാൽ കയറ്റി ഇരുത്തണം രീതി നേരത്തെ ഉണ്ട്. ജാഥ ക്യാപ്റ്റൻ വന്നാൽ നിർത്തുക, ബാക്കി എല്ലാവരുടെ പ്രസംഗം മുമ്പ്. ഇതിനിടയിൽ തലശ്ശേരിയിലെ ഒരു പ്രസംഗം ഞാനത് പറഞ്ഞ് അതെന്താ ഈ ഉണ്ടും തള്ളവും ഇല്ലാത്ത അത്ഭുതം. നമ്മുടെ BRM ഷെഫിന്റെ പ്രസംഗം കണ്ടായിരുന്നു. അത് എത്ര നേരം പ്രസംഗിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ക്യാപ്റ്റൻ വരാൻ വൈകി കാണും. തിരുവനന്തപുരത്ത് പണ്ട് പീതാംബരക്കുറിപ്പ് പോലെ കർണാടക വരാൻ താമസിക്കാൻ പ്രസംഗം നടത്തുമായിരുന്നു. അവർ അങ്ങ് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും, ആളുകൾ ഇഷ്ടപ്പെടും. ഷഫീറിന്റെ സൂപ്പർ പ്രസംഗം എന്ന് വെച്ചാൽ എല്ലാവരും കൈ കഥാപ്രസംഗം പോലെയാണല്ലോ, അതാണ് പ്രസംഗം. അതെ. അപ്പൊ ഇവിടെ ഷാഫി ഒന്നും വിളിച്ചില്ല എന്നതിന്റെ പേരില് ഷാഫി പ്രസംഗിച്ചില്ല, സതീശനും പ്രസംഗിച്ചില്ല. ഒരു വാക്ക് പറഞ്ഞ ജനങ്ങൾ ഇവരുടെ പ്രസംഗം ഇത്രയും ജനം ആ ജനങ്ങളെ കബളിപ്പിച്ചിട്ട് പോയില്ല. മാത്രം ഷാഫി മുഖം കറുപ്പിക്കുന്നു. ഷോക്കിംഗ്. എന്തായാലും ഈ കോൺഗ്രസ് പാർട്ടി 2 കാര്യങ്ങളാണ്. ചെറിയൊരു യോഗം സംഘടിപ്പിക്കാൻ അവർക്ക് ശേഷിയില്ലെങ്കിൽ, ഈ ചെറിയ യോഗത്തിലെ ഈ ഇത്തരത്തിലുള്ള അപ്രതീക്ഷിതമായ സംഭവവാസങ്ങളെ മാനേജ് ചെയ്യാൻ അവർക്ക് ശേഷിയില്ലെങ്കിൽ സ്റ്റേറ്റിന് ഭരണം എങ്ങനെ ഏൽപ്പിക്കും? അത് പ്രസക്തമായ ചോദ്യം. അതേസമയം പിണറായി വിജയൻ പങ്കെടുക്കുന്ന ചടങ്ങാവട്ടെ ഒരിക്കലും ഇല്ല. പക്ഷേ അതിനകത്ത് കാര്യമില്ല. വിജയന്റെ ചടങ്ങിൽ വിജയൻ മാത്രം സംസാരിക്കും. ഒരു പഞ്ചായത്ത് മെമ്പർ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ സ്വന്തം പാർട്ടിക്കാരി തന്നെയാണ്. സ്വന്തം പാർട്ടിക്കാരിയാണ്. അതാണ് വിജയനുമായിട്ട് നമ്മൾ കാര്യം ചെയ്യണ്ട. അല്ല, എന്നാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ CPM പരിപാടി നമുക്കറിയാം. അവർ കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും. മുമ്പ് കഴിഞ്ഞ അങ്ങേറ്റ പിണറായി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ്. ശിവൻകുട്ടി MLA അല്ല, പി. ശിവൻകുട്ടി. അപ്പോൾ ഞാൻ ഗാന്ധി പാർക്കിൽ നടന്നു പോകുമ്പോൾ അവിടെ എന്തൊരു ഫംഗ്ഷൻ നടക്കാൻ പോകുന്നത് CPM-ന്റെ.
ശിവൻകുട്ടി നേരിട്ട് വന്നിരുന്ന ആ സ്റ്റേജ് പുള്ളി മാനേജ് ചെയ്യണം, തുടങ്ങുന്നതിന് എത്രയോ മുമ്പേ കസേര അവിടെ ഇതെല്ലാം പറഞ്ഞ് പുള്ളി നിയന്ത്രിക്കുന്നുണ്ട് കാര്യങ്ങൾ. അങ്ങനെ വേണം. വേണം. അതായത് ഏറ്റവും ഞങ്ങൾ ഇംഗ്ലണ്ടിൽ പ്രോഗ്രാം നടത്തുന്നല്ലേ, അപ്പം നമ്മൾ ഇംഗ്ലണ്ട് പ്രോഗ്രാം നടത്തുമ്പം നമ്മൾ എന്തോരം പ്രോഗ്രാമാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന പരിപാടി രാത്രി 10 മണി വരെയാണ്. ഇതിന് 100,000 ഡാൻസുകളും ബ്യൂട്ടി കോൺടെസ്റ്റും എല്ലാം പരിപാടിയുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു സംവിധാനം ഉണ്ടാകും. സ്റ്റേജിൽ സ്റ്റേജിൽ കയറേണ്ടവരാരാണ്, സംസാരിക്കേണ്ടവരാരാണ്, സംസാരിക്കുക എത്ര മിനിറ്റാണ്, അതുപോലെ സ്റ്റേജിലെ പ്രോഗ്രാം ഡിലേ ആയാൽ, ഒരു പ്രോഗ്രാം റെഡി ആയില്ലെങ്കിൽ ആര്, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ആളെ നിശ്ചയിച്ചിരിക്കും. ഇപ്പം ആങ്കേഴ്സിനുള്ള ഈ ആങ്കേഴ്സിനോട് പ്രോഗ്രാമിൽ മാറ്റം വരുത്താൻ ഞാൻ ചെന്ന് പറഞ്ഞാൽ മാറ്റം പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് പേര് ഒരാളെ വെച്ചിട്ടുണ്ട്, പ്രോഗ്രാം ഡയറക്ടർ പറയാതെ. ഇപ്പം ഞാൻ അവിടെ ചെന്നിട്ട് അതുകൊണ്ട് മാറ്റി നടക്കത്തില്ല. അങ്ങനെയാണ് എല്ലായിടത്തും പ്രൊഫഷണൽ രീതി. അതാണ് ആ രീതിയിൽ ആ പ്രോഗ്രാം ഡയറക്ടർ അല്ലാതെ ആർക്കും ആങ്കേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ചാനലുകളിൽ ഇരിക്കുമ്പോൾ ഇതുപോലെ ഷോകൾ നടത്തുമ്പോൾ നമ്മൾ വാർത്തകൾ റൺ ഡൗൺ ചെയ്യുന്നത് പോലെ തന്നെ ഈ പ്രോഗ്രാം റൺ ഡൗൺ ചെയ്ത് അവരെ കയ്യിൽ വെച്ചേക്ക്, ഇതിന് മുഖ്യ സംഘാടകരെ എല്ലാവരും കയ്യിൽ കൊടുത്തിരിക്കും. ഇതനുസരിച്ച് മാത്രമേ ഒരു കാര്യങ്ങൾ ചെയ്യുള്ളൂ. എന്നാലും കാര്യം മുന്നോട്ട് അല്ലേ കംപ്ലീറ്റ് കൊള്ളാവും. മൊത്തം പൊളിഞ്ഞു പോയില്ലേ. ഇവർ ഈ കാട്ടിക്കൂട്ടിയിരിക്കുന്ന ഒരു വിവരക്കേടെന്ന് പറഞ്ഞാൽ കുറച്ചു മുമ്പ് ഓർമ്മയുണ്ടോ കെ സുധാകരനും വിഡിസനും തമ്മിൽ സ്റ്റേജ് പത്രസമ്മേളനം നടത്താൻ പോയപ്പോൾ ആരാണ് കുറിയും സുധാകരൻ പണങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞു. കെ സി ഓണിൽ പ്രസംഗിക്കുമ്പോൾ സുധാകരൻ ഇങ്ങനെ പോകുന്നു. ഉടൻ തന്നെ ഓരോരുത്തർ ഉടൻ തന്നെ CPM ഹാൻഡിലുകൾ കൊടുത്തു തുടങ്ങിയല്ലോ. എന്തായാലും കോൺഗ്രസ് പാർട്ടി ദയവായി പാഠം പഠിച്ച് അത് ശരിയാക്കി എടുക്കണമെന്ന്. അതിനൊരു കനകോല് നടത്തിയ സർവേയിൽ വി ഡി സതീശനാണ് ഒന്നാമത് എത്തിയിരിക്കുന്നത്. അല്ല, വി ഡി സതീശനാണ്. ഇപ്പം നമ്മൾ 1,38,000 പേര് വോട്ട് ചെയ്തു. നമ്മളൊരു ഓൺലൈൻ സർവേ നടത്തി. അതെ, 1,38,000 പേര് വോട്ട് ചെയ്തു. ഈ 1,38,000 വോട്ട് ചെയ്തതിൽ നമ്മൾ 4 സ്ഥാനാർത്ഥികളെ വെച്ചത്. 1 വി ഡി സതീശൻ, 2 ശശി തരൂർ, 3 രമേശ് ചെന്നിത്തല, 4 കെ സി വേണുഗോപാൽ. ഈ 46% പേരുടെ പിന്തുണയാണ് സതീശൻ. 29% പേരുടെ പിന്തുണ തരൂര്, 20% പേരുടെ പിന്തുണ ചെന്നിത്തലയ്ക്ക്, 4% പേരുടെ പിന്തുണയേ ഉള്ളൂ കെ സിക്ക്. അപ്പൊ അതായത് വി ഡി സതീശനാണ് ഇപ്പോൾ ഉള്ള നേതാക്കളിൽ ഒരു സ്വീകാര്യത വന്നിരിക്കുന്നത്. ഈ കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അതൊക്കെ രണ്ടാമത്തെ കാര്യം, അതൊന്നും ഇപ്പം വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഇപ്പം പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ തർക്കം അവസാനിപ്പിച്ച് നാട്ടുകാരുടെ മുമ്പിൽ അവകാശരാതെ ആള് തന്നെ കരുതി ഒരു നിസ്സാരം ഒരു മീറ്റിംഗ് നടത്താൻ പോലും കഴിയാത്ത നിങ്ങളാണ് ഈ സംസ്ഥാനത്തിന്റെ ഭരണം മുന്നോട്ട് പോകാൻ കൊണ്ടുപോകുന്നത്. ഇന്നത്തെ പുതുതലമുറ ചിന്തിക്കും, അതുവരെ ആലോചിക്കുന്നത്. ഇനി നമുക്ക് ഒരു വിഷയം കൂടി അടിയന്തരമായിട്ട് കടക്കേണ്ടത് അയ്യപ്പ കോപമാണ്. മൊത്തം അയ്യപ്പ കോപമാണ്. ഏതായാലും ഇന്നലെ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ തട്ടിപ്പാണ് നമ്മളെല്ലാവരും അന്നേ പറഞ്ഞിരുന്നു. ഇന്നലെ ഹൈക്കോടതി കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മുഴുവൻ ക്രമക്കേടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വരവും ചെലവും തമ്മിൽ ഒരു ബന്ധമല്ല എന്നാണ്. 2 ലക്ഷ്യങ്ങളായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിനുണ്ടായിരുന്നത്. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പിണറായി പേടിച്ചു പോയിരുന്നു. 2018 മുതൽ ഈ അയ്യപ്പ ശാപം വിടാതെ പിന്തുടർന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ ഇത്രയും ദയനീയമായതും ഈ പൊട്ടിത്തെറിക്കുന്നൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയുടെ പ്രശ്നം. അപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ ഇത്രയും മോശമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ബ്രാഹ്മണ ശാപവും അയ്യപ്പ കോപവും ജോത്സൻ വന്നു. ജോത്സൻ ഒരു വളരെ കൃത്യമായ രീതിയിൽ ഒരു എന്താണ് ചാർത്ത് കൊടുത്തു. ഈ ചാർത്ത് അനുസരിച്ചാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിന്, ഞാനത് അന്ന് ഇതിന്റെ വിശദാംശങ്ങൾ അല്ല, ഞാൻ ആ ചാർത്തിന്റെ വിശദാംശങ്ങൾ, ഒരു ജോത്സൻ പിണറായിക്ക് വേണ്ടി നടത്തിയ ചാർത്തിന്റെ വിശദാംശങ്ങൾ എനിക്കൊരു സോഴ്സിൽ നിന്ന് കിട്ടിയിരുന്നു. ഞാൻ ഈ ചാർത്ത് വെളിവിട്ടിരുന്നു. ഈ ചാർത്ത് വെളിവിട്ടത് ഒരു പരിധിവരെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷീണമായി. ഇവരുടെ മുഴുവൻ പ്രതീക്ഷയും സ്പോൺസർ, കാരണം എല്ലാ തട്ടിപ്പാണെങ്കിലും സ്പോൺസറെ കിട്ടുമായിരുന്നു. പക്ഷേ ഈ ഇതിൽ പേടിയായി. കാരണം പിണറായിയുടെ പാപം പലർക്കായി വീതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് വന്നപ്പോഴത്തേക്ക് ഈ പാപം ഇതിപ്പോ അങ്ങനെ ജയിപ്പിച്ചെടുത്തു. അപ്പൊ അതൊന്ന് ഇവർക്ക് സ്പോൺസേഴ്സിനെ കിട്ടാതെ പോയി. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തട്ടിപ്പായിരുന്നു. അതായത് ഇവർക്ക് ഇതിനകത്ത് സാമ്പത്തിക തിരിമറി. ഈ സാമ്പത്തിക തിരിമറി ഉദാഹരണത്തിന് ഇതിൻ്റെ ഏറ്റവും ഈ പുറത്തു വന്നിരിക്കുന്ന വിശദാംശം അനുസരിച്ച് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ, ഈ അയ്യപ്പ സംഗമം നടന്ന ദിവസം വൈകുന്നേരം 3000 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയതാണ് കണക്ക്. അതായത് ഉച്ചയ്ക്ക് പോലും 3000 പേരില്ലായിരുന്നു, ആളില്ലായിരുന്നു, തീരെ ആള് കുറവായിരുന്നു. ആ ഉച്ചയ്ക്ക് ഈ പറയുന്ന ആളെ അവിടെ കസേര തികഞ്ഞില്ല. കസേര ഒളിച്ച് അവിടുത്തെ ക്യാമ്പിലെ പോലീസുകാരെ കൊണ്ടുവന്നു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരെ കൊണ്ടുവന്നു. ആ പമ്പയിലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സകലരെയും കയറ്റി ഇരുത്തിയാണ് സ്റ്റേജ് നിറച്ചത്. എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ ഒരു 200 പേര് കൂടുതൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരായിരുന്നു. ആ ഉദ്യോഗസ്ഥർ അവിടെ കഴിയേണ്ടവരാണ്. എന്നിട്ട് അവിടെ 3000 പേരുടെ പൈസ എഴുതിയെടുത്തു. ഇവിടെ ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ എഴുതിയ ആളാണ്. അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഇക്കാര്യത്തിൽ. അപ്പൊ ഇവര് ഇത്തരത്തിൽ സാമ്പത്തിക തിരിമറി നടത്തി. അതുപോലെ തന്നെ ഇവര് മറ്റൊരു പരിപാടി ചെയ്തതെന്നറിയോ, ഹോട്ടലുകൾ ബുക്ക് ചെയ്തത് മുഴുവൻ
മൂന്നാറിലും കുമരകത്തുമാണ്. ഇവിടെ പമ്പയിൽ വന്ന് താമസിക്കാൻ വേണ്ടി ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടി ഹോട്ടൽ ബുക്ക് ചെയ്തത് മൂന്നാറിലും കുമരകത്തുമാണ്. അപ്പോൾ അവിടെ എല്ലാം 5 സ്റ്റാർ റിസോർട്ടുകളുണ്ടോ? 5 സ്റ്റാർ റിസോർട്ടുകളിടത്തെല്ലാം ബുക്ക് ചെയ്തു. 20, 25, 30, 40 ലക്ഷം രൂപയാണ് ഒരു റിസോർട്ടിന് ബില്ല്. ഇങ്ങനെ ഇതിൻ്റെ പേര് വലിയ തട്ടിപ്പെന്ന് പറഞ്ഞപ്പോൾ വെട്ടിലായിരിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ കോടതി പറഞ്ഞിരുന്നു 1 രൂപ പോലും എടുക്കുക, ദേവസ്വം ബോർഡ് 1 രൂപ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കാരും എടുക്കരുത്, ദേവസ്വം ബോർഡ് അത് ഇവര് പറഞ്ഞ സർക്കാരിനൊരു ബാധ്യതയില്ല, ഇത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, അതുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ സർക്കാരിനൊരു ബാധ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ സർക്കാർ എടുക്കരുത് പറഞ്ഞു. ഇനി ഇവരിത് എന്ത് ചെയ്യും? 3.5 കോടി രൂപ ദേവസ്വം ബോർഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. സർക്കാർ കൊടുത്തത് 3.5 കോടി. ദേവസ്വം ബോർഡ് കൊടുത്തു. അതെ, ദേവസ്വം ബോർഡ് കൊടുത്തു. കൊടുക്കാൻ പാടില്ലാത്താണ്. എന്ത് ചെയ്യും? എന്നിട്ട് ജയകുമാർ സാറിന് പറയുന്നത് 4 കോടി കണ്ട് ആകപ്പാടെ വരുമാനം കിട്ടിയിട്ടുള്ളൂ. 4 കോടി ഇപ്പൊ പേടിപ്പിച്ചു. അതെ, ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ രാജ്മോഹൻ, അയ്യപ്പനിട്ട് ചൊറിഞ്ഞവർക്കിട്ട് എല്ലാം പണി കിട്ടിയിട്ടു. അതൊരു സത്യമാണ്. അത് ഞാൻ പറഞ്ഞ അഹിന്ദുക്കളായ ഇപ്പൊ ഞാൻ പറഞ്ഞ നല്ല ക്രൈസ്തവ വിശ്വാസികൾ പോലും എന്നോട് പറയാറുണ്ട്, ഇപ്പൊ ഈശോടാ ഇത് അയ്യപ്പനെ സൂക്ഷിക്കണം അവിടെ പോയി. എന്നോട് നല്ല പള്ളിയിൽ പോകുന്ന ഇങ്ങനെ മറ്റ് ദൈവങ്ങളൊന്നും ശരിയല്ല എന്ന് പറയുന്ന ഒരാൾ എന്നോട് പറഞ്ഞതാണ്, അയ്യോ ഇത് വലിയ പ്രശ്നമാവട്ടെ, അയ്യപ്പന്റെ അടുത്ത് മാത്രം കളി പറ്റത്തില്ല. സത്യമാണത്, ഓരോരുത്തരായിട്ട് വരെയല്ലേ. എന്താ ഇതെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ അവിടെ കൊണ്ടുപോയി അയ്യപ്പനെ പറ്റിക്കാൻ നടത്തിയ പിണറായി അത് ഇതിപ്പം ഈ അയ്യപ്പ മോഷണത്തെക്കാൾ വലിയ വിനയായി മാറും. കാരണം കോടതിയിൽ ഇവരെന്ത് പറയും? എവിടെ നീ 3.5 കോടി രൂപ സംഘടിപ്പിച്ചു കൊടുക്കും? മൊത്തം ചിലവ് 8 കോടി കണ്ടായെന്നാണ് തോന്നുന്നത്. 7.5 കോടിയായി, 4 കോടി മിച്ചം കിട്ടി, 3.5 കോടിയോളം രൂപയുണ്ട്. പിരിച്ചെടുത്തിട്ടില്ലേ പൈസ? ഇതിന്റെ അകത്തുള്ള രസം എന്താ വെച്ചാൽ ഇവർക്ക് കൊടുക്കാനുണ്ട്, ഒരാളിങ്ങനെ 4 കോടി രൂപ കൊടുക്കാനുണ്ട്. അപ്പൊ ഈ ഊരാളുങ്കര് അവിടെ ഒരു കണക്ക് പ്രശ്നമുണ്ട് കേട്ടോ. കാരണം ദേവസ്വത്തിന്റെ 3.5 കോടി തനത് എടുത്തെന്ന് പറയുന്നുണ്ട്, 4 കോടി സ്പോൺസർഷിപ്പ് പറയുന്നുണ്ട്. പക്ഷെ 4 കോടി ഇനി ഊരാളുങ്കന് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് തന്നെ ഒരു ആശയക്കുഴപ്പമാണ്. ഊരാളുങ്കൽ പിന്നെ സ്വന്തക്കാരാണല്ലോ. ഊരാളുങ്കന്റെ പ്രശ്നം വെച്ചാൽ ഊരാളുങ്കന് കാശ് കിട്ടിയില്ല. ഇവര് പ്രശ്നം വെച്ചാൽ ഇൻഡിവിജ്വലി ഊരാളുങ്കൽ കോടതിയെ സമീപിക്കാന്ന് വെച്ചോളൂ, ഞങ്ങൾ ഇത്തരം പണി കൊടുക്കാൻ പറയും. ഇതെല്ലാം അടിസ്ഥാനപരമായി സർക്കാർ കൊടുക്കാനും പറ്റൂല, സ്പോൺസർ കൊടുക്കാനേ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. ഇപ്പൊ അവസാനം ഖജനാവിന് തന്നെ നഷ്ടം ഉണ്ടാവും, ഉറപ്പല്ലേ അത് അവസാനം. പക്ഷെ ഒരു കാര്യത്തിൽ ഗുണമുണ്ട്, ഈ ഖജനാവ് മുടിപ്പിക്കുന്ന പിണറായിക്ക് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയും അയ്യപ്പന് മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി ചെയ്ത പണി തിരിച്ചടിയായി. അത് തിരിഞ്ഞു കുത്തി എന്നുള്ള കാര്യത്തിൽ 2018 ഉണ്ടായ നഷ്ടം തിരിച്ച് കിട്ടാൻ വേണ്ടി അതിനേക്കാൾ അത് പണിയായി. എനിവേ, ഒരു വിഷയം കൂടെ നമുക്ക് സംസാരിക്കാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യത്തെ ആ പീഡന കേസിൽ ഇന്ന് മുൻകൂർ ജാമ്യം ഹൈക്കോടതി അനുവദിച്ചു. അപ്പോൾ ഇതോടുകൂടി 3 കേസുകളിലും ജാമ്യമായി കഴിഞ്ഞു. അതിൻ്റെ ഒരു ക്രോണോളജി ഞങ്ങൾ മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യത്തെ കേസ് വരുന്നത് ഈ പറയുന്ന കേരളത്തിലുള്ള ഒരു വിവാഹിതയായ യുവതിയുടെ പരാതിയാണ്. ഈ കേസിന് മുൻപ് തന്നെ രാഹുലിനെതിരെയുള്ള വാർത്തകൾ തുടങ്ങിയിരുന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ക്രോണോളജി നമ്മൾ പരിശോധിക്കുമ്പോൾ രാഹുലിനെതിരെ ആദ്യം സോഷ്യൽ മീഡിയയിൽ കുറേ ഡയലോഗുകൾ വരുന്നു, വ്യാപകമായ പ്രചരണങ്ങൾ വരുന്നു, ശക്തമായി ആക്രമിക്കുന്നു. അതിനകത്ത് മറ്റേ ഏഷ്യാനെറ്റിലെ സിന്ധു സുരകുമാറിന്റെ വരെ പേര് പറഞ്ഞ്, ലക്ഷ്മി പത്മയുടെ ഒക്കെ പേര് പറഞ്ഞ് ഇവരിങ്ങനെ വ്യാജ ചർച്ചകൾ നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇതാണ് ആദ്യത്തെ ഗൂഢാലോചന. പിന്നീടാണ് ഈ റിനി ആൻഡ് ജോർജിന്റെ അഭിമുഖ പരാമർശം ഹൂക്കേഴ്സ് വരുന്നത്. ഇതോടുകൂടി മുഖ്യധാര പത്രങ്ങൾ ഏറ്റെടുക്കുന്നു, ചാനലുകൾ ഏറ്റെടുക്കുന്നു. പരമ്പരാഗത പത്രങ്ങളും പരമ്പരാഗത ചാനലുകൾ ഏറ്റെടുക്കുന്നു. ഇവരെല്ലാം കൂടി ഏറ്റെടുത്തിട്ട് ഇതൊരു വലിയ ഉത്സവമാക്കുന്നു. രാഹുലിനെ ടാർഗറ്റ് ചെയ്ത് 1-ാം പേജിലെ വാർത്തയും വൈകുന്നേരത്തെ ചർച്ചയാക്കും. പക്ഷെ രാഹുലിനെതിരെ ഒരു പരാതിയില്ല. പോലീസ് രാഹുലിനെതിരെ അന്വേഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കണ്ടെത്തുന്നു. പരാതിയില്ല. പരാതിയില്ലാതെ ഇന്ന് ആലോചിച്ചത് ഇവിടെ തന്നെ ഇതൊരു ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ തെളിവ്, പരാതിയില്ലാതെ തന്നെ ഒരാൾക്ക് എവിടെയോ കേട്ട് സോഷ്യൽ മീഡിയ കഥയുടെ പേരിൽ അന്വേഷണ സംഘത്തെ ഉണ്ടാക്കുന്നു. ആഴ്ചകളോളം മാസങ്ങളോളം കഷ്ടപ്പെട്ടിട്ട് ഒരു പരാതിക്കാരിയെ സംഘടിപ്പിക്കുന്നു. ഈ പരാതിക്കാരി ഈ പോലീസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു. ഈ പരാതി എടുക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന അവർ തമ്മിൽ സൗഹൃദത്തിലായിരുന്നു. ഇപ്പം ഇന്നത്തെ അതിന്റെ ജാമ്യമാണ്. അതാണിപ്പം ഇതുവരെ നീണ്ടുപോയത്. അപ്പം ഇവർ പ്രതീക്ഷിച്ച മുഴുവൻ ഈ ബലാത്സംഗ കേസ് രാഹുലിനെ ഇപ്പോൾ ജയിലിലിടുന്നു. രാഹുൽ ബുദ്ധിപരമായി മാറി. പലരും ചോദിക്കാൻ നീ ഭീരുവായതുകൊണ്ടല്ലേ മാറിയെന്ന്. ശരിക്കും ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജാമ്യമില്ലാ വകുപ്പിൽ ഒരു കേസ് നമ്മുടെ പേരിൽ വന്നാൽ നമ്മൾ നിരപരാധിയാണെങ്കിൽ ഉടനടി മാറുന്നതാണ് ഉചിതം. നമ്മൾ മുമ്പൊക്കെ പറഞ്ഞതാണ്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ നിങ്ങൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് കണ്ടെത്തുന്നതും പരിശോധിക്കുന്നതൊക്കെ വിചാരണയ്ക്ക് ശേഷമാണ്. പക്ഷെ നിങ്ങളുടെ മേൽ ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗ കേസാണെങ്കിൽ അല്ലെങ്കിൽ ജാമ്യമില്ലാത്ത വകുപ്പാണെങ്കിൽ നിങ്ങൾ ജയിലിലടയ്ക്കും. ഈ മൂന്നാമത്തെ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിന് പറ്റിയത് അതാണ്. അതെ, മൂന്നാമത്തെ കേസിൽ ബലാത്സംഗം നിലനിൽക്കത്തില്ല എന്ന് പറഞ്ഞ് പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം കൊടുക്കുന്നു. പക്ഷെ 18 ദിവസം ജയിലിൽ കിടന്നു. അതെ. അപ്പം ഇയാളെ ഒരിക്കലും രാഹുൽ മാങ്കുട്ടത്തെ ഈ 3 ബലാത്സംഗ കേസിലും ശിക്ഷിക്കാൻ പോകുന്നില്ല. രണ്ടാമത്തെ കേസ് ആരെയായിരുന്നു? രണ്ടാമത്തെ കേസുകാരി പരാതിക്കാരിയെ മുങ്ങില്ലേ. കാരണം അങ്ങനെ ഒരു പരാതി ഉണ്ടായത് പോലും KPC പ്രസിഡന്റ് പരാതി കൊടുത്ത ആ പരാതി പോലും എങ്ങനെ ഉണ്ടായെന്ന് അറിയാമോ? ഒന്നാമത്തെ കേസിൽ ജാമ്യം കിട്ടുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അടുത്ത് പിടിച്ചാൽ വേണ്ടി ഉണ്ടാക്കിയ കേസാണ്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മേലുള്ള 3 കേസുകളും യഥാർത്ഥത്തിൽ ചീറ്റിപ്പോയി, നിലനിൽക്കത്തില്ല. പക്ഷെ രാഹുൽ 18 ദിവസം ജയിലിൽ കിടന്നു. രാഹുലിനെ മാസങ്ങളോളം രാഹുൽ വേട്ടയാടപ്പെട്ടു. രാഹുൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. വലിയ തോതിൽ രാഹുൽ ആക്രമിച്ചു. ഇത്രയൊന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ ഈയിടയ്ക്കൊന്നും ആരും ആക്രമിക്കും. ഇതിനു മുമ്പ് ആദ്യത്തെ ആളല്ലല്ലോ പെണ്ണ് കേസിൽ പെടുന്നത്. എത്രയോ പേരുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ മഹാന്മാരെല്ലാം ആദ്യത്തെ കേസ് അല്ലല്ലോ. ഇവിടെ ഒരു വിമാനത്തിൽ നിന്ന് പെണ്ണിനെ പിടിച്ചതിന്റെ പേരിൽ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. IAS ഓഫീസർ മുറി കയറി പിടിച്ചതിന്റെ പേരിൽ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. IFS ഫോറസ്റ്റ് സർവീസ് ഉദ്യോഗസ്ഥയ്ക്ക് അശ്ലീല സന്ദേശം അശ്ലീലം പറഞ്ഞതിന് മന്ത്രിക്ക് രാജിവെക്കുക. അതൊക്കെ പിണറായിയുടെ മന്ത്രി തന്നെ. അല്ല, പിണറായിയുടെ മന്ത്രിസഭയിലെ ഒരു മാധ്യമ പ്രവർത്തകയോട് വൃത്തികേട് പറഞ്ഞിട്ട് വയസ്സായ മന്ത്രി എന്തെല്ലാം അശ്ലീലമായുള്ള പറഞ്ഞു. ഇതൊന്നുമില്ലാത്ത വീതം ഈ പാവപ്പെട്ടവൻ ഒരു MLA ആയപ്പോൾ അവൻ അത്യാവശ്യം മിടുക്കനായിരുന്നു ഈ കാര്യത്തിൽ എന്നതുകൊണ്ട് മാത്രം അവനെ ഇട്ടും കൊന്ന് നിലവിളിച്ച് അവനെ എന്തൊരു ഭീകരത. അവസാനം 3 കോടതികൾ ഇന്നത്തെ ജാമ്യം കാണണം. ഇന്നത്തെ ജാമ്യ വിധി ഞാൻ വായിച്ചു നോക്കിയായിരുന്നു. ജാമ്യവിധിയിൽ അടിവരയിട്ട് പറയുകയാണ് ഇവർ തമ്മിൽ സൗഹൃദത്തിലും ഇഷ്ടത്തിലുമായിരുന്നെന്നും ആ ഇഷ്ടത്തിന്റെ ഭാഗമായി ഇവർക്കുണ്ടായിരുന്ന ശാരീരിക ബന്ധം സമ്മതത്തോടെ ആയിരുന്നെന്നും ആ ബന്ധം വഷളായപ്പോൾ അതൊരു ക്രിമിനൽ കേസാക്കി മാറ്റിയത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുമെന്ന കോടതി ചോദിച്ചു. ഇപ്പൊ സുപ്രീം കോടതിയിൽ സുപ്രധാന ഉത്തരവ് വന്നിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനം. രാഹുലിനെ ഒരിക്കലും ശിക്ഷിക്കാൻ പറ്റില്ല അവർക്ക്. കാരണം സുപ്രീം കോടതി അന്ന് പറഞ്ഞത് വിവാഹിതയായ ഒരു സ്ത്രീ തന്നെ മറ്റൊരാൾ വിവാഹ വാഗ്ദാനം നൽകിയ അതൊന്ന് വിവാഹിതയാണ്. 2 വിവാഹിതയാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് ഒരാളെ റേപ്പ് ചെയ്താൽ റേപ്പാണ്. അതാണ് പ്രശ്നം. അതല്ല ഇവിടെ എന്ന് പറഞ്ഞ റേപ്പ് അല്ല. ഇവർ തമ്മിൽ കോടതിനകത്ത് പറയുന്നുണ്ട് ഇത് ആദ്യം റേപ്പിന് ഇരയായി എന്ന് പറയുന്നത് ഇതേ പരാതിക്കാരിയോട് കൂടെ പിന്നീട് താമസിച്ച സാഹചര്യം ഈ പരാതിക്കാരി തന്നെ പറയുന്നു. പല സ്ഥലങ്ങളിൽ പോകുന്നു. അപ്പൊ എങ്ങനെയാണിത് റേപ്പ് ആവുന്നത്? ഇനി ഗർഭചിത്രത്തിന്റെ കാര്യം കോടതി പറയുന്നുണ്ട്. ഗർഭചിത്രം ഈ പരാതിക്കാരുടെ സമ്മതത്തോടു കൂടിയാണ് ഗർഭചിത്രം നടത്തിയെന്നത് വ്യക്തമാണ്. അപ്പം വളരെ എണ്ണി ഹൈക്കോടതി പറഞ്ഞിട്ട് ഇന്ന് പ്രോബ്ലം എന്താ വെച്ചാൽ ഹൈക്കോടതിയുടെ ഈ വിധിയെ ഈ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണമാണ്. ചിലപ്പോൾ കോടതി പറയുന്നുണ്ട് ട്രയൽ കോടതി ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ട്രയൽ കോടതിക്ക് ഹൈക്കോടതിയുടെ കണ്ടെത്തലിൽ നിന്ന് വ്യത്യസ്തമായ കണ്ടെത്തൽ പറ്റില്ല. അല്ലെങ്കിൽ കോടതി പറയും ഈ ട്രയലിനെ ഇപ്പൊ പലപ്പോഴും നമുക്ക് അനുകൂലമായി ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വിധി തന്നിരുന്നു. പി വി കുഞ്ഞികൃഷ്ണൻ വിധി തന്നപ്പോൾ കൃത്യമായി പറഞ്ഞിരുന്നു ഈ വിധിക്കകത്ത് ഇത് മറ്റു കേസുകളെ ബാധിക്കത്തില്ല എന്ന് ബാധിക്കുന്നു. അപ്പം അതേസമയം സുപ്രീം കോടതി ഇറക്കുന്ന വിധികൾ അല്ലെങ്കിൽ ഹൈക്കോടതി ജനറലായിട്ട് ഇറക്കുന്ന വിധികൾ മറ്റു കേസുകളെയും ബാധിക്കും. ഇവിടെ ഈ കേസിൽ മാത്രമല്ല, 2ാമത്തെ കേസ് അപ്രത്യക്ഷമായി, ആർക്കത് യാതൊന്നും അറിയത്തില്ല. 3ാമത്തെ കേസിൽ കൃത്യമായി ഇത് ബലാത്സംഗമല്ല എന്ന് പറഞ്ഞാണ് സെഷൻസ് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. ഈ ജാമ്യത്തിനെതിരെ സർക്കാർ പോലും ഹൈക്കോടതി അവർക്ക് മനസ്സിലായി ചെന്നാൽ പണി വാളും എന്നുള്ളത്. അപ്പൊ അടിസ്ഥാനപരമായി 3 കേസും ചീറ്റിപ്പോയി. ഈ 3 കേസും ചീറ്റിയ സാഹചര്യത്തിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പിലുള്ള വഴി എന്ന് പറയുന്നത് പതിയെ അയാൾ പുതിയ യുദ്ധമുഖം തുറക്കും. അതിന്റെ തുടക്കമാണ് അയാൾ ഹാഷ്മിക്ക് കൊടുത്ത ഇന്റർവ്യൂ. അതെ, മാത്രമല്ല അതിനുശേഷം ഇപ്പം അടൂർ പ്രകാശിനെ SIT വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഇവിടെ കോൺഗ്രസ് നേതാവ് അതിന് പ്രതികരിച്ചില്ലല്ലോ. പക്ഷേ കൃത്യമായി നല്ലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട്. അല്ല, അപ്പൊ ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഇപ്പം ഈ മനഃപൂർവ്വം പ്ലാൻ ചെയ്തിരുന്ന ഇവരെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു ഈ ഗൂഢാലോചന സംഘത്തിൽ. ഈ ഗൂഢാലോചന സംഘത്തിന്റെ പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഈ പെൺകുട്ടികളെ റേപ്പ് ചെയ്യും, അതിനുശേഷം അവരെ ശാരീരികമായി വേദനിപ്പിക്കും, ഇത് ആസ്വദിക്കും, എന്നിട്ട് അയാളുടെ ആസ്വാദനം പൂർത്തിയാകാൻ വേണ്ടി അയാൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് അവരെ കൊല്ലും. അങ്ങനെ ഇയാൾ ഒരു സൈക്കോ ആണെന്ന് വെച്ച് ഇത് പൊളിക്കാനാണ് ഇനി അവന്റെ അടുത്ത ശ്രമം. ഇവന്റെ പേരിൽ ഗർഭമാണല്ലോ. ഇപ്പം 3ാമത്തെ കേസിൽ എന്താ പറഞ്ഞേ, ഭ്രൂണം ഫ്രീസ്. പിന്നെ ആരെങ്കിലും പറഞ്ഞു കേട്ടോ? ഞാൻ പറഞ്ഞ വാർത്ത വരുമ്പോഴെന്താണ്, ഇത് കുടുങ്ങി, കാരണം അവന് ഭ്രൂണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു.
എവിടെ? പിന്നെ ആ ഭ്രൂണത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു? അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഇവനെ ഒരു സൈക്കോ ക്രിമിനൽ ആക്കാൻ വേണ്ടി ഒരുക്കിയ തിരക്കഥയാണ്. അവനത് പൊളിക്കും. ആ പൊളിക്കാനുള്ള ഇച്ഛാശക്തി അവനുണ്ട്. അതിന് രാഹുലിനൊപ്പം അദ്ദേഹം കോൺഗ്രസ് ഇപ്പൊ ഇല്ലെങ്കിൽ പോലും കോൺഗ്രസിലെ ഒരു വിഭാഗം ചെറുപ്പക്കാരങ്ങൾ നിൽക്കേണ്ടതാണ് സത്യം പറഞ്ഞാൽ. അല്ല, രാഹുലിനൊപ്പമാണിപ്പം ഞാൻ പറഞ്ഞത്. കോൺഗ്രസിലെ പ്രവർത്തകർ മുഴുവൻ അതെ, സാധാരണ നേതാക്കളെല്ലാം അവരൊക്കെ അതെ, ഈവൻ KC വേണുഗോപാൽ അടക്കമുള്ളവർ രാഹുലിനൊപ്പമാണ്. എന്തിനേറെ VD സതീശന് പോലും കാര്യം പിടികിട്ടി. രാഹുലിനെതിരെ ആഞ്ഞടിച്ചിരുന്ന VD സതീശൻ കഴിഞ്ഞ ദിവസം മറ്റേ ഈ അയോഗ്യനാക്കുന്ന കാര്യം വന്നപ്പം തിരിച്ചു പറഞ്ഞു. നിലപാട് കാരണം ഇവർക്കെല്ലാം പിടികിട്ടി രാഹുലിനെതിരെ ഒരു പുകമറ സൃഷ്ടിച്ച് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമല്ലോ, ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടാക്കി ഇവന്മാര് രാഹുലിന്റെ ഒരു കുഴപ്പക്കാരനാക്കാൻ നടത്തിയ നീക്കമാണെന്ന് ഇവർക്ക് പിടി. മാത്രമല്ല രാഹുലിനെതിരെ സജീവമായ രംഗത്തിറങ്ങിയ ആക്ടിവിസ്റ്റുകളുടെ പലരും ചരിത്രം ഇപ്പം പൊളിച്ചടുക്കി ഓരോന്നായിട്ട് വരുന്നു. അയ്യോ, മറ്റേ ഷഹനാസിന്റെ ഒക്കെ നമ്മൾ പിന്നെ പുതിയൊരു കേസൂടെ വരണ്ടല്ലോ ഞാൻ ഷഹനാസിനെ കുറിച്ച് ഒന്നും പറയായിരുന്നു. ഞാനൊരു വീഡിയോടെ ഓർത്തിരുന്നു. പിന്നെ ഞാൻ ഓർത്തി ഇഷ്ടംപോലെ കേസുണ്ട്. അല്ല, അവര് ഓരോരുത്തരായി രാഹുലിനെതിരെ അന്ന് രംഗത്തെത്തിയവരെല്ലാരും ഇപ്പം തുറന്നു കാട്ടപ്പെടുന്ന സമൂഹത്തിൽ പലരും മുങ്ങി മറുപടിയില്ല. റീനി അതിനുശേഷം ഇന്ന് ഷാഫി പറമ്പിലിന് ജന്മദിനാശംസ ആയിക്കോട്ടെ രംഗത്ത് വന്നിട്ടുണ്ട്. ഷാഫിക്കായെന്നോ അങ്ങനെ പറഞ്ഞ രംഗത്തുണ്ട്. എന്തായാലും ഷാഫിയുടെ ഉറക്കൊന്ന് പോയി കാണും. കാരണം ഇവള് ജന്മദിനാശംസ നൽകി കഴിഞ്ഞാൽ എന്തായാലും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അന്തിമ യുദ്ധത്തിനിറങ്ങും. അന്തിമ യുദ്ധം എന്താന്ന് വെച്ചാൽ ഇയാൾ കേസ് കാഷ് ചെയ്യുമ്പോൾ സുപ്രീം കോടതി വിധിയുണ്ട്. ഈ കേസുകൾ കാഷ് ചെയ്യപ്പെട്ടാൽ രാഹുൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ പവർഫുള്ളായി തിരിച്ചു. അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഒരാൾ അനാവശ്യമായി നിരപരാധികളെ പീഡിപ്പിക്കപ്പെട്ടാൽ അയാൾ തിരിച്ചു വരുമ്പോൾ അതിശക്തനായി തിരിച്ചു. ആ തിരിച്ചു വരുമ്പോൾ ആ യുദ്ധത്തിൽ ഈ ഗൂഢാലോചന ചെയ്ത പലരുടെയും പല്ല് തെറിക്കും. അവിടെയാണ് കോൺഗ്രസ് ഇപ്പം ബുദ്ധിപരമായി രാഹുലിനെ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ രാഹുലിനെ പരിഗണിച്ചാൽ സത്യത്തിൽ രാഹുലിന് സീറ്റ് കൊടുക്കാനുള്ള ധൈര്യമാണ് കോൺഗ്രസ് കാണിക്കേണ്ടത്. അപ്പൊ സ്ത്രീ വിരുദ്ധം എന്നൊക്കെ പറയും തിരിച്ചടിക്കുന്ന ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അല്ല, ഇപ്പൊ വിരുദ്ധം പറഞ്ഞു വന്ന പല ആളുകൾ ഓടി ഒളിച്ച സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞത് രാഹുലിന്റെ അഭിപ്രായം പരിഗണിച്ചിട്ട് അവര് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്താവുള്ളൂ, അല്ലേ? അതെ. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ. ഈ വിശേഷങ്ങളിലൂടെ കടന്നു പോകണം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇതെല്ലാം അങ്ങനെ സമഗ്രമായി പറഞ്ഞു. എനിക്ക് ഏറ്റവും വിഷമം എന്ന് വെച്ചാൽ CJ റോയി വിഷയത്തിൽ ആ സമയത്തൊന്നും ഞാൻ ഇല്ലാതെ പോയി. എനിക്ക് ഈ CJ റോയിയുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കുന്ന കോൺഫിഡൻറ്റ് മാനേജിംഗ് ഡയറക്ടർ ജോസഫിനെ എനിക്ക് പരിചയമുള്ളതാണ്. ആ ജോസഫ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയിട്ട് വ്യംഗ്യമായിട്ട് നമ്മളെ ഒന്ന് പരിഹസിച്ചിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഞാനിനി നവമാധ്യമങ്ങളോട് ഇടപെടത്തില്ല, മുഖ്യധാരാ മാധ്യമം. അത് ജോസഫിന്റെ വിവരക്കേടാണ്. വിവരക്കേടുകൾ പറഞ്ഞ നവമാധ്യമങ്ങളുണ്ട്. എന്തോ അവിടെ എന്തോ B നിലവറയുണ്ടെന്നോ പിന്നെ ഏതാണ്ട് നമ്പൂതിരിയുടെ ഭാര്യ നമ്മളാരും പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ളതൊക്കെ വസ്തുതയാണ്. ഒരുപക്ഷെ ചില ഫിഗർ ഇപ്പോൾ 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം ഒരുപക്ഷെ ശരിയായിരിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ അയാൾ പഞ്ചനക്ഷത്ര ഹോട്ടൽ ഇതൊക്കെ സത്യമാണ്. അപ്പം അദ്ദേഹത്തെ ഈ പറയുന്ന CA ജോസഫിനെ ഞാൻ മനസ്സിലാക്കിയിരുന്ന കഴിവുള്ള ആളാണ്, നല്ല മനുഷ്യനാണ്, അയാൾ ഇതൊരു പബ്ലിസിറ്റിക്ക് ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ആരോ തെറ്റായ ഫീഡ്ബാക്ക് കൊടുത്തു. കുടുംബത്തിൽപ്പെട്ട ആളല്ലെന്നോണല്ലേ. അയാള് നല്ലൊരു പ്രൊഫഷണലാണ്. അയാള് വളരെ മാന്യനായ മനുഷ്യൻ, എനിക്ക് പരിചയമുള്ള ആളാണ്. പക്ഷെ അയാൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. പക്ഷെ ഈ സമയത്ത് എനിക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അത് വേണ്ടതുപോലെ ചർച്ച ചെയ്തില്ല എന്നുള്ളൊരു വിഷമം മാത്രം എനിക്ക് ഈ വിഷയത്തിൽ ബാക്കിയുള്ളൂ. എന്തായാലും സംഭവങ്ങൾ ഇങ്ങനെ ഉഷാറായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ഇനിയിപ്പോ ഇങ്ങനെ നമുക്ക് ഇനി മിക്ക ദിവസങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷെ യാത്രകളുണ്ട് കുറച്ച്. നമ്മളെ ഈ 17-ാം തീയതി PRDS ഉണ്ട്, പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ ഒരു ആനുവൽ മീറ്റിംഗ് എല്ലാ വർഷവും നടക്കാറുണ്ട്. അപ്പൊ 17-ാം തീയതി അതിന്റെ ഒരു മഹിളാ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിട്ട് ഞാൻ പങ്കെടുക്കുന്നു. അവിടെ തന്നെ അവരെ ആസ്ഥാനത്ത് തന്നെ 20 പേര് തിരുവല്ല അടുത്ത്. അത് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ചില യാത്രകളുള്ള ദിവസങ്ങളിൽ ഉണ്ടാവില്ല. പ്രേക്ഷകരെ നേരത്തെ അറിയിക്കാം. എന്തായാലും ബാക്കി ദിവസങ്ങളൊക്കെ ഉണ്ടാവുന്നു. പക്ഷെ പിന്നെ യാത്രയുണ്ട്, എനിക്ക് അമേരിക്കൻ യാത്രയുണ്ട്. ഞാൻ അടുത്ത മാസം ഒരു അമേരിക്കയ്ക്ക് പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് പ്രോഗ്രാമുകൾ ഉള്ളത് കൊണ്ടാണ് ഈ ഇത് ഉഴപ്പി പോകുന്നത്. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാൻ കഴിഞ്ഞതിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി. വീണ്ടും കഴിയുന്നത്രയും ദിവസം എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.